ഇന്ന് നമ്മളൊരു സിമെൻറ്റിൽ ചെയ്തിരിക്കുന്ന ചാരുബെഞ്ചിന് തേക്കിൻ്റെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴെയുള്ള ചാരുബെഞ്ചിൽ മുകളിൽ വരുന്ന ഭാഗമൊക്കെ ഒറിജിനൽ തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പണ്ട് പോളിഷ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് വാൾനട്ടും റെഡും ചേർത്ത് കുറച്ച് ഡാർക്കാക്കിയിട്ടാണ് അത് സ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തുള്ള ഭാഗവും നമ്മൾ പരമാവധി ഡാർക്കാക്കി തന്നെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് സ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ചാരുബെഞ്ചുകളൊക്കെ ആകുമ്പോൾ വെയിൽ നല്ലപോലെ കൊള്ളുന്ന ഏരിയകളിലൊന്നും നമ്മൾ വുഡ് സ്റ്റെയിനർ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മാസം, അതല്ലെങ്കിൽ ഏറ്റവും കൂടിയ നല്ല സ്റ്റെയിനർ ആണെങ്കിലും ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ പരമാവധി വരച്ച് തന്നെ അതിൻ്റെ ആ ഒരു കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയിനറിലുള്ള കളറിങ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കളറ് എപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വുഡിന് മാച്ച് ആവുന്ന രീതിയിൽ വരച്ചെടുത്ത് MRFൻ്റെ ഡൂറോത്തിൻ പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിതിൻ്റെ മുകളിൽ അടിച്ചിട്ടുള്ളതും MRFൻ്റെ PU സീലറും PU മാറ്റും ആണ്. അപ്പോൾ ഈ ഒരു ചാരുബെഞ്ച് കണ്ടാൽ നമുക്കറിയാം കളറൊക്കെ മാച്ചാക്കിയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരന് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വർക്കുമായിരുന്നു. ആൾക്ക് ഗൾഫിൽ പോകാൻ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞ് ചെയ്തതാണ്.